ഇതോ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ ആ ഒരു ഹോട്ടലിൽ നിന്ന സ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കോഴിക്കോട് കടപ്പുറത്താണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ പൈസയുടെയും ഉപ്പൂപ്പാൻ്റെയും ഉസ്താദ് ഹോട്ടൽ എന്ന അതേ കടപ്പുറം. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന സ്ഥലവും ആ ഒരു പാലവും ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ ഇവിടുത്തെ കുറേ ഫുഡ് ഐറ്റംസും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ചെയ്യും. ഈ കോഴിക്കോട് ബീച്ചിനെ വളരെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങും കാണാത്ത തരത്തിലുള്ള ലഘുഭക്ഷണശാലകൾ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. നമ്മൾ എവിടോട്ട് നോക്കിയാലും ഒരുപാട് ലഘുഭക്ഷണശാലകൾ. അത് ഉപ്പിലിട്ട ഈ നെല്ലിക്ക, കടച്ചക്ക, മാങ്ങ, അങ്ങനെയുള്ള നമ്മുടെ നാവിൽ ഈ കൊതി ഉറപ്പിക്കുന്ന കുറേ സാധനങ്ങളും. ഐസ് ഉരസിയതെന്ന് പറഞ്ഞൊരു സാധനം, അതായത് നമ്മുടെ ഐസ് സ്ലൈസായിട്ട് ചുരണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലേവറൊക്കെ ഇട്ട് മധുരമുള്ള എരിവുള്ള അങ്ങനത്തെ കുറേ ഐറ്റം, കുറേ ലഘുഭക്ഷണശാലകൾ. തീറ്റയോട് തീറ്റ, എവിടോട്ട് തിരിഞ്ഞാലും തീറ്റക്കടകൾ. അതാണ് ഈ കോഴിക്കോട് കടപ്പുറത്തിനെ ഒരുപാട് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ കുറേ പട്ടം വിൽപ്പനക്കാരെ കാണാൻ പറ്റും. ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടം വിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ഈ തൊട്ടടുത്തൂടെ തന്നെയാണ് ഇത് മെയിൻ റോഡും പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേരാനും വലിയ ബുദ്ധിമുട്ടില്ല. ബസ് റൂട്ട് തന്നെ തൊട്ടടുത്തൂടെയാണ് ബസ് റൂട്ടുള്ളത്. ഫ്ലേവർ വല്ലതും ഉണ്ടോ? മധുരമുണ്ട്, എരിവുള്ളുണ്ട്. അരിവും മധുരം പാടെ മിക്സ് ഉണ്ട്. എന്നാൽ എരിവും മധുരം മിക്സ്. മാങ്ങയാ? അത് ബീട്രൂട്ടോ ആദ്യം ഇട്ടോ? മാങ്ങ സർവത്ത് ഐസ് വരതി അല്ലേ? ഏകദേശം 3 കിലോമീറ്ററാണ് ഈ കോഴിക്കോട് ബീച്ചിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിൽ വന്നിറങ്ങാം. ഇവിടെ ഇരുന്നാണ് നമ്മുടെ പൈസയും ഉപ്പൂപ്പയും കൂടെ നമ്മുടെ സുലൈമാനി കുടിച്ച ആ ഒരു 2012, ഞാനൊരു +2 പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സുലൈമാനി കടപ്പുറത്ത് നിന്ന് ആ സുലൈമാനി കുടിക്കുമ്പോൾ നമുക്കുണ്ടാക്കിയ ആ ഫീല്, ആ ഒരു +2 ആണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇതോ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ ആ ഒരു ഹോട്ടലിൽ നിന്ന സ്ഥലം.
1939 സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ് പാരഗൺ ഹോട്ടൽ എന്ന് തന്നെ നമുക്ക് പറയാം. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ നല്ല തിരക്കുള്ള റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ പാരഗൺ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. സലാഡ്, ചമ്മന്തി, അച്ചാർ, ഇത് മൂന്നുമാണ് നമുക്ക് ഈ പാരഗൺ ബിരിയാണിയുടെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയിടുമ്പോൾ തന്നെ ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാൻ പറ്റും. ചോറൊന്നും പരസ്പരം ഒട്ടാത്ത ചോറും 2 വലിയ കഷ്ണം മീറ്റും ഉണ്ട് ഇതിനകത്ത്. ഈ നല്ലപോലെ വെന്ത മീനിൻ്റെ മുള്ളിൽ നമ്മളിങ്ങനെ മാംസം പറിച്ചെടുക്കുന്നത് അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ ചിക്കൻ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ അടർത്തിയെടുക്കാവുന്ന പരുവത്തിലാണ് ഈ ചിക്കൻ ഇരിക്കുന്നത്. ഇനി നമുക്ക് സലാഡും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം. അയ്യോ, ബിരിയാണിയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ആ ഒരു വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ആ ഒരു പഴമ അവർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും. വേറെ എവിടെ ചെന്നാലും നമുക്ക് ഈ ഒരു ചിക്കൻ്റെ പീസ് നമുക്കിങ്ങനെ അടർത്തിയെടുക്കുന്ന ഒരു പരുവത്തിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവം. ഇനി ആ ചമ്മന്തിയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ പാരഗണിലെ ബിരിയാണി കംപ്ലീറ്റ് ആക്കി വെളിയിറങ്ങിയപ്പോഴാണ് ദേ ഒരു ജനക്കൂട്ടം. എന്താ സംഭവം? ഇതാണ് ഞാൻ തിരക്കി നടന്ന ആ പാൽ സർബത്ത് കട. കോഴിക്കോട് വന്ന ഒരു ബിരിയാണിക്ക് ശേഷം ഒരു പാൽ സർബത്ത്, അത് ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. അപ്പോൾ ദേ ഇവിടെ കയറി നമുക്കൊരു പാൽ സർബത്തൂടെ കഴിച്ചിട്ട് പോവാം. ഒന്നുകൂടെ അടുത്തതില്ലേ ഫ്രണ്ട്സ്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മുടെ പൈസയുടെ ഉപ്പുപ്പാൻ്റെ ഉസ്താദ് ഹോട്ടലിൽ നിന്ന സ്ഥലം. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും താഴെ കാണുന്ന ചുവപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.